സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, അത് സാമൂഹിക നീതിയുടെ ഭാഗമാണ് എന്ന ലൈനിലേക്ക് പാർട്ടി നയം പൂർണ്ണമായി മാറ്റുകയാണ് CPI. ഇതിന്റെ ഭാഗമായി പാർട്ടി പരിപാടിയിലെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ വിശദീകരിക്കുന്ന ഭാഗം അവരുടെ പാർട്ടി കോൺഗ്രസ് ഭേദഗതി ചെയ്തിരിക്കുന്നു. മുന്നാക്ക സംവരണത്തോടുള്ള അനുകൂല നയത്തിൽ നിന്ന് CPI പിന്മാറി. സാമ്പത്തിക പിന്നാക്കാവസ്ഥയെ സംവരണവുമായി കൂട്ടിക്കുഴക്കുന്നത് ശരിയല്ല എന്നാണ് CPIയുടെ പുതിയ നിലപാട്. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരെ സംബന്ധിച്ച നയം പാർട്ടി പിന്നീട് തീരുമാനിക്കും. RDX റാപ്പ് കാണാം ആദ്യം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ VS സുനിൽകുമാറാണ് CPI നയത്തിൽ നിർണായകമാകുന്ന ഭേദഗതി പ്രമേയം അവതരിപ്പിച്ചത്. ചണ്ഡീഗഡ് കോൺഗ്രസ് ഭേദഗതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കും സംവരണം വേണമെന്ന വാചകം പാർട്ടി പരിപാടിയിൽ നിന്ന് CPI എടുത്തുകളഞ്ഞു. സാമ്പത്തിക പിന്നാക്കാവസ്ഥ സംവരണവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ലെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. മുന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം നൽകണമെന്ന നയത്തോട് ജനറൽ സെക്രട്ടറി D രാജയ്ക്കടക്കം യോജിപ്പില്ലായിരുന്നു. എന്നാൽ കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മുന്നാക്ക സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് നേരത്തെ എടുത്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ മുന്നാക്ക സംവരണ തീരുമാനത്തെ CPI അനുകൂലിച്ചത് ഈ പാർട്ടി നയം പറഞ്ഞായിരുന്നു. 2019 ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ 10% സംവരണം വ്യവസ്ഥ ചെയ്തത്. 2015 പുതുച്ചേരി പാർട്ടി കോൺഗ്രസ് മുതലേ സാമ്പത്തിക സംവരണത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ഉറച്ച അഭിപ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പാർട്ടി പരിപാടിയുടെ ഭാഗമായിരിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. മുന്നാക്ക സംവരണവും CPIയും എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. മുന്നാക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം എന്നത് ഉൾപ്പെടുത്തിയത് 2015 CPIയുടെ പാർട്ടി കോൺഗ്രസിലായിരുന്നു. സംവരണം സംബന്ധിച്ച പാർട്ടിയുടെ അടിസ്ഥാന നയത്തിന് വിരുദ്ധമാണ് എന്ന വിമർശം അന്ന് തന്നെ ഉയർന്നിരുന്നു. വ്യവസ്ഥ ഉപേക്ഷിക്കണം എന്ന ഭേദഗതി VS സുനിൽകുമാർ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം പേരും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഈ ഭേദഗതിയെ പിന്തുണച്ചിരുന്നു. പക്ഷേ ഈ പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടി പരിപാടി അവലോകനം ചെയ്യാൻ പൊതുവായ കമ്മീഷനുള്ള കാര്യം കാനം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കമ്മീഷനും ദേശീയ കൗൺസിലും പരിഗണിച്ചു. ഈ പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനമുണ്ടായി. അതാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്താണ് മുന്നാക്ക സംവരണം? മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ 10% സംവരണം എന്നതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക്. 2019 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രാബല്യത്തിൽ വന്നു. അനുച്ഛേദം 15-16 ഭേദഗതി ചെയ്തു. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായ മുന്നാക്ക വിഭാഗത്തിൽ ഉള്ളവർക്ക് സംവരണത്തിന് അർഹതയുണ്ട് എന്നതാണ് പ്രധാനമായും അതിനകത്തെ കാര്യം. ജനറൽ വിഭാഗത്തിനായുള്ള 50% നിന്ന് 10% ഒഴിവുകൾ നീക്കിവെക്കുകയാണ് ഇതിനായി ചെയ്യുന്നത്. മുന്നാക്കക്കാർക്ക് കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കിയത് 2020 ഒക്ടോബറിലാണ് ഇടതുപക്ഷ സർക്കാർ. ദേവസ്വം ബോർഡുകളിലെ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണത്തിന് 2017 തന്നെ തീരുമാനമെടുത്തിരുന്നു. 3 വർഷം മുമ്പ് തന്നെ. NSS ഇടതിനോട് അടുക്കുന്ന സാഹചര്യത്തിൽ CPIയുടെ ഈ നയംമാറ്റം പുതിയ ചർച്ചകൾക്ക്, രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടെ കാരണമാക്കും. അയ്യപ്പ സംഗമത്തിൽ പിന്തുണച്ച NSSനെ CPI നിലപാട് ചൊടിപ്പിക്കാൻ നിശ്ചയമായിട്ടും സാധ്യതയുണ്ട് എന്നത് നമ്മൾ കാണുകയാണ്. സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയമായിട്ട് വരിക. ഇത് ഈ ഇടതുപക്ഷക്കാർ തന്നെയും CPM സർക്കാർ അല്ലെങ്കിൽ CPM-CPIയും ചേർന്ന ഇടതുപക്ഷ സർക്കാർ 2020 ഈ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തിയ നടപടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അംഗങ്ങൾ തന്നെയും CPIഎമ്മിൻ്റെയും CPIയുടെയും അണികൾ തന്നെയും വലിയ തോതിൽ വിമർശിച്ച എനിക്ക് അക്കാലത്ത് ഓർമ്മയുണ്ട്. CPI പക്ഷേ ഇപ്പോൾ വിപ്ലവകരമായിട്ടും ശരിയാം വിധവും അത് തിരുത്തിയിട്ട് അക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തിരിക്കുന്നു. അഭിനന്ദനാർഹമാണ് അത്, അല്ലേ? അതിൽ രണ്ട് വാദങ്ങളുണ്ട്. തീർച്ചയായും അത് ആ നിലയ്ക്ക്, അതായത് കാസ്റ്റ് സെൻസസ് എന്നത് ആ നിലയ്ക്ക് തന്നെ, അത് എന്തിനു വേണ്ടിയാണോ ഭരണഘടന ആ നിലയ്ക്ക് ജാതി സെൻസസ് വിഭാവനം ചെയ്തത് ആ നിലയ്ക്ക് തന്നെ നിലനിൽക്കണം എന്ന് വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഇത് അഭിനന്ദനാർഹമാണ്. അതല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്നത് ആ നിലയ്ക്കാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായും ഈ നിലപാട് സ്വാഗതാർഹമാണ്. അതേസമയം അപ്പുറത്ത് സാമ്പത്തിക സംവരണം എന്നത് ആ നിലയ്ക്ക് കൂടിയാണ് പരിഗണിക്കേണ്ടത്. സാമൂഹ്യ നീതിയല്ല, സാമ്പത്തിക നീതിയാണ് വേണ്ടത് എന്ന് കരുതുന്നവർക്ക് ഇത് ഒരു തിരിച്ചുപോക്കാണ് എന്നും നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇതിലൊരു കാര്യം, അതായത് CPIയെ പണ്ട് CPM പരിഹസിച്ചിരുന്നത് പരിപാടിയില്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പാർട്ടി പരിപാടി അവർ കൊണ്ടുവരുമ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു പക്ഷേ CPMനുള്ളതിനേക്കാൾ വ്യക്തത അവരുടെ പാർട്ടി പരിപാടിയിൽ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അതിൽ the social reality in India is the existence of both classes and castes എന്ന് തന്നെയാണ്
ക്ലാസ് മാത്രമല്ല കാസ്റ്റ് കൂടിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഒറ്റ വരിയുണ്ട്. അതായത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ ജാതീയ ഇല്ലായ്മ ചെയ്യാൻ എന്ത് വേണം. അതായത് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ CPIയുടെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ച് വരുമ്പോൾ, അവരുടെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇത് അംബേദ്കർ പറഞ്ഞതൊക്കെ തന്നെയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ആ പ്രയോഗങ്ങളും അതുമാത്രമല്ല, ഇപ്പോൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതിനെ കുറേ കൂടി കടുപ്പിച്ച് തന്നെയാണ് ആ പാർട്ടി പരിപാടിയിൽ എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ഒരു അംബേദ്കർ എന്ത് പറഞ്ഞു വെച്ചോ, എന്ത് വിഭാവനം ചെയ്തോ അതിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ആ പരിപാടിയെ കൊണ്ടുചെന്ന് നിർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് അത് വിശദീകരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒറ്റ വരിയുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ ബി എക്സ്റ്റെൻഡഡ് ടു ദി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ് എമംഗ് ദ സോ കോൾഡ് ഫോർവേഡ് കാസ്റ്റ്. ഈ ഒരൊറ്റ വരിയിലാണ് കഴിഞ്ഞ തവണ EWS നടപ്പാക്കുന്നതിന് വേണ്ടി അത് നടപ്പാക്കേണ്ടതുണ്ട്, ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന നിലപാട് CPI സ്വീകരിച്ചുകൊണ്ട് CPM അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് ആ വിഷയത്തിൽ ആ നിലപാട് രൂപീകരിക്കുന്നതിന് സഹായകമായി നിന്നതും അങ്ങനെ സംസ്ഥാനത്ത് അത് നടപ്പായതും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അപ്പോൾ തന്നെ ഇത് വളരെ കുറച്ച്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തതയില്ലായ്മ എന്നതോ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന തോന്നലില്ലായ്മയോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവേ ഉണ്ട്. ആ കാര്യത്തിൽ വ്യത്യസ്തരായിട്ടുള്ള വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളെ ഉള്ളൂ ഇവിടെ. അതിപ്പോൾ ഒന്ന് VS സുനിൽകുമാറുണ്ട്, കോൺഗ്രസിൽ നിന്നാണ് VT ബൽറാമുണ്ട്, നൌഷാദ് അലിയുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതല്ലാതെ CPIM എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പരിപാടിയുണ്ട്, അത് വിട്ടിട്ടൊരു കളി അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ താഴെത്തട്ടിൽ ഇപ്പോൾ ബ്രാഞ്ച് തലത്തിലടക്കം വളരെ ശക്തമായിട്ടുള്ള ചർച്ച ഈ വിഷയത്തിൽ CPM-ൻ്റെ സംഘടനയ്ക്കുള്ളിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വരില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊതു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഒരു അനീതി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അനീതി ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന ചിന്ത സ്വാഭാവികമായി ഇപ്പോൾ 8% വരുന്ന അല്ലെങ്കിൽ അതായത് ഏറ്റവും 27% വരുന്ന മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് അങ്ങനെയാണല്ലോ കണക്കാക്കപ്പെടുന്നത്. ഇനി അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജാതി സെൻസസും ഒക്കെ നടക്കണം, അതിൻ്റെ കൃത്യ ജനസംഖ്യ എത്രയാണെന്ന് കണക്കാക്കണമെങ്കിൽ അവർക്ക് വലിയ നഷ്ടം ഈ EWS നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈഴവ വിഭാഗത്തിന് വലിയ നഷ്ടം, അതായത് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശനത്തിൽ വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ കണക്ക് വെച്ച് മുന്നോട്ട് വന്ന് ആരെങ്കിലും ഇത് വിശദീകരിക്കാനോ ആ കാര്യത്തിൽ അതത് സമുദായത്തെ ബോധവൽക്കരിക്കാനോ അതായത് സമുദായ നേതൃത്വങ്ങൾക്ക് പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് കുറച്ച് സങ്കീർണമാണ്, പക്ഷേ വളരെ ലളിതവുമാണ്. ഒരൊറ്റ നോട്ടത്തിന് തനിഷ് അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എല്ലാ കാലത്തും എന്താണ് സാധാരണ പറയുക, ഈ മെറിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മെറിറ്റോറിയസ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. കഴിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മാർക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംവരണ വിഭാഗങ്ങൾക്ക് വെളിയിൽ നിന്നിരുന്നവർ തന്നെയാണ്. ആ സംവരണ വിഭാഗത്തിലേക്ക് EWS വന്നപ്പോൾ, അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി ഈ സംവരണം ആനുകൂല്യം ലഭ്യമാവുന്ന ഘട്ടം വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ലളിതമായിട്ട് പരിശോധിച്ചാൽ ഗവൺമെൻറ് കോളേജുകളിലെ സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിലെ 1627 വരെയുള്ളവർക്കാണ്, റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് പ്രവേശനം നേടാനുള്ള യോഗ്യത. അവർക്ക് വരെയാണ് പ്രവേശനം കിട്ടുകയെങ്കിൽ EWS-ൽപ്പെട്ട ആളുകൾക്ക് എത്രയാണെന്നറിയാവോ? അത് 2842 വരെയാണ്. അതായത് കുറഞ്ഞ മാർക്കും മെറിറ്റിൽ വളരെ പിന്നിൽ നിന്നാൽ പോലും അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ അതുവരെ ഈ മെറിറ്റ് വാദികൾ ആയിരുന്നവർക്ക് ആ മെറിറ്റിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു എന്നതാണല്ലോ ഉദാഹരണ സഹിതം എല്ലാവരും വിശദീകരിച്ചിരുന്നത്. പക്ഷെ ആ സാഹചര്യം കുറെ കൂടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ EWS നടപ്പായപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതി, എന്താണ് സാമ്പത്തിക സമത്വം അല്ലെങ്കിൽ സാമ്പത്തിക നീതി എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആ കൺഫ്യൂഷനെ ഭയങ്കരമായി ഈ ഒരു വിഭാഗം മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിപ്പോൾ ഇതിനകത്ത് മറ്റു വിഭാഗങ്ങളുടെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ 916 വരെ മാത്രമാണ് ഈ ആദ്യ അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ ആ സമയത്ത് എന്താണ് EWS 2842. അതായത് ഇവിടെ 27% വരുന്ന മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 5% മുതൽ 10% വരെയെങ്കിലും ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷനിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെ ഈഴവരുടെ അഡ്മിഷനിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണ് ഇത് സാമൂഹ്യ നീതി എന്നതിനെ കുറെ കൂടി വിശാലമായി വ്യാഖ്യാനിക്കുന്നതിന് അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് CPIക്ക് വൈകിയെങ്കിലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ അഭിനന്ദിക്കാം. ഇതിനകത്ത് CPM ഈ കാര്യം പറഞ്ഞത്, CPM ഇങ്ങനൊരു
നയം നിലപാട് കൊണ്ടുവന്നത് അവർ വിശദീകരിച്ചപ്പോഴൊന്നും ഒരു കാലത്തും എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് എന്തിനാണ് ഈ ജാതിയിൽ മുന്നോക്കമായി നിൽക്കുന്ന, അതുകൊണ്ട് തന്നെ വലിയ പ്രിവിലേജ് ഉള്ള ഒരു കൂട്ടം ആളുകൾക്ക് അവർ സാമ്പത്തികമായിട്ട് പിന്നാക്കമാണെന്ന് പറഞ്ഞിട്ട് സംവരണം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് സംവരണം എന്ന് വെച്ചാൽ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുകളിലെ ശ്രേണിയിലേക്ക് സമൂഹത്തിൻ്റെ താഴെയുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു സാമൂഹ്യ പദ്ധതിയാണ്, അല്ലാതെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുത്താനല്ല. സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള ആളുകൾ, ഇപ്പം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളോ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സവർണ്ണ സമുദായങ്ങളിൽ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അവിടെ പിന്നെ ലോൺ എടുത്തിട്ട് സാമ്പത്തിക പദ്ധതിയാണ്, ലോൺ എടുത്തിട്ട് അത്തരം ആളുകൾക്ക് ലോൺ എടുത്തിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനോ ലോൺ എടുത്തിട്ട് മറ്റു വല്ല ജോലികളും ചെയ്യുവാനോ ഉള്ള കട തുറക്കാനോ ചെറിയ പെട്ടിക്കട തുറക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ സാധാരണയിൽ ചെയ്യുന്നത്. അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ തൊഴിൽ ചെയ്ത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കുക. കാരണം അവർക്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, സമൂഹത്തിൽ അവർക്ക് പ്രിവിലേജ് ഉണ്ട്. പക്ഷേ മറ്റത് അങ്ങനെയല്ല. അവർ നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ കാസ്റ്റ് ജാതി സംവിധാനം എന്ന ഈ പ്രത്യേക ഈ ശ്രേണീകൃതമായിട്ടുള്ള ഈ അസമത്വം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ കൊള്ളാവുന്ന നിലകളിലേക്ക് എല്ലാവരെയും എല്ലാ മേഖലകളിൽ ആളുകളും ഇപ്പോൾ നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വർഷം, അതായത് ജുഡീഷ്യറിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജിമാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമുള്ള സവർണ്ണ സമുദായങ്ങളിൽ നിന്ന് ആളുകളാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ കൂടുതൽ ആളുകളുള്ള ഈ താഴെത്തട്ടിൽ എന്ന് പറയുന്ന ഈ കീഴ്ജാതികൾ എന്ന് വിളിക്കപ്പെടുന്ന ജാതികളിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഏറ്റവും സൗവർണ്ണമായിട്ടുള്ള ഇത്തരം ജോലികളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരം ജോലികളിലേക്ക് ആളുകളെ എത്തിച്ചേർക്കാൻ, ജോലി എന്ന് മാത്രമല്ല സാമൂഹ്യ പദവികളിലേക്ക് ആളുകളെ എത്തിച്ചേർക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയാണ് സംവരണം. അല്ലാതെ സംവരണം ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പലരും വിചാരിക്കുന്ന സർക്കാർ ജോലിയിലേക്ക് സംവരണം കൊടുക്കുന്നത് അവർക്ക് ആ സംവരണം കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് അവരെ രക്ഷപ്പെടുത്താനാണ് എന്നല്ല. അതിനല്ല അത്. അതായത് ഈ പറയുന്ന അധികാരം ഇരിക്കുന്നിടത്തേക്ക് കൂടുതൽ നൂറ്റാണ്ടുകളായിട്ട് അധികാരമില്ലാത്ത ആളുകളെ എത്തിക്കുക, എന്നിട്ട് അങ്ങനെ ഇത് തുല്യമാക്കുക, ഇന്ത്യൻ സാഹചര്യങ്ങളെ തുല്യമാക്കുക എന്നതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ സാമ്പത്തികമായിട്ട് ചെയ്യിക്കാനാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഇടിഞ്ഞു പോയ ഒരു ഇല്ലം, അതിനകത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ്. ആ ആളുകൾക്ക് ഈ പറയുന്ന ജോലിയിലേക്ക് സംവരണം കൊടുക്കുകയല്ല വേണ്ടത്. അവർക്ക് ഓടിച്ചിട്ട് ജോലി ചെയ്യാൻ ഓട്ടോറിക്ഷ വാങ്ങാനുള്ള സാമ്പത്തിക സംവിധാനം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തട്ടുകടയിടാനുള്ള സാമ്പത്തിക സംവിധാനം ചെയ്തു കൊടുക്കുക. എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളിലേക്ക് അവരെ കൂടെ കൂട്ടിച്ചേർക്കുക. അത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇത് മനസ്സിലാകാത്ത എന്താണ് CPM എനിക്ക് മനസ്സിലാകുന്നത്? അത് അങ്ങനെയാണല്ലോ, ഈ ക്ലാസ് എന്നതിലേക്കാണ് കാര്യങ്ങളെ എത്തിക്കേണ്ടതെങ്കിൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സഹായം ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ഇടതുപക്ഷം എനിക്ക് മനസ്സിലാവാത്ത പറഞ്ഞ ഈ ലോജിക്ക്, CPM-ന്റെ ലോജിക്ക് എനിക്ക് ഒരു കാലത്തും മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഈ കണക്ക് പോലും അവർ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ക്ലാസ്സിലേക്കാണ് എല്ലാ വിഭാഗത്തെയും കൊണ്ടുവരേണ്ടത്. ആ ക്ലാസ് സിസ്റ്റമാണ് നടപ്പാവേണ്ടതെങ്കിൽ എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് എല്ലാം സർക്കാർ സർവീസിലേക്ക് തന്നെ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ അഡ്മിഷൻ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലോ. സനീഷ്, 27% കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയെങ്കിൽ ആ മുസ്ലിം ജനസംഖ്യയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന സംവരണം 8%. 20% ഇവിടുത്തെ, അല്ലെങ്കിൽ 22% സവർണ ജനസംഖ്യയെങ്കിൽ അവർക്ക് കിട്ടുന്നത് 10%. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംവരണ സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ സവർണ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളാണ് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിൽ ആരാണ് സംവരണം ഏറ്റുവാങ്ങുന്ന, ഏറ്റവും അധികം സംവരണത്തിൻ്റെ ആനുകൂല്യം പറ്റുന്നവർ എന്ന തലത്തിലേക്ക് EWS-നെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് സർക്കാർ ചെയ്തിരിക്കുന്ന പരിപാടി. ഇതിപ്പോൾ ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാക്കുമോ? ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു കുഴപ്പം പൊരുത്തക്കേട് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഒറ്റ കണക്കൂടെ പറയാൻ തന്നെ, ഇപ്പോൾ കേരളം ഇതുവരെ പിറന്നതിന് ശേഷം 48 വർഷം ഈ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ളവർക്ക് മുഖ്യമന്ത്രിമാരാകാൻ കഴിഞ്ഞിട്ടുണ്ട്. സവർണ സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. 13 വർഷം OBC-ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. OBC-യിൽ എല്ലാവർക്കും അത് പങ്കുവെക്കപ്പെട്ടിട്ടില്ല. ആകെ 7 മാത്രമാണ് അത് ആ നിലയ്ക്ക് വന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾ ആകെ 52 ദിവസമാണ് ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാമൂഹ്യ നീതി നടപ്പാവേണ്ട പങ്കാളിത്തം ഇടം എന്ന് പറയുന്നത്. 27% മുസ്ലിങ്ങൾക്ക് ഇത്രയും ദിവസം മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ആ സമുദായത്തിൽ വന്നിട്ടുള്ളൂ. അതിലും കുറഞ്ഞ 25%, 24% മാത്രമുള്ള നായർ സവർണ സമുദായങ്ങളിൽ നിന്ന് 42%, അല്ലേ? അങ്ങനെയല്ല അതിന്റെ കണക്ക്. 48 വർഷം ഭരിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു CPM ഹർഷം പറഞ്ഞ ഒരു പോയിന്റ് കൂടെ പറഞ്ഞതിന് ശേഷം, അതായത് ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ VT ബൽറാമാണ് ഇക്കാര്യത്തിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ കാലം തൊട്ടൊരു നിലപാട്. പക്ഷേ ഇപ്പോൾ ഈ CPI-യുടെ ഈ നിലപാട്, ഈ തിരുത്തൽ, അവരുടെ പരിപാടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ടത് VS സുനിൽകുമാറാണ്. അത് നേടിയെടുക്കുകയും ചെയ്തു. വൈകിയാണെങ്കിലും അത് നടപ്പാക്കുകയും ചെയ്തു. CPM-ന് മനസ്സിലാവുന്ന വിചാരിക്കുക. സംവരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായല്ല,
സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണെന്ന CPIയുടെ നയം മാറ്റം സ്വാഗതാർഹമാണെന്നതിൽ RDXന് തർക്കമില്ല. പാവപ്പെട്ടവർക്കുള്ള സഹായം എന്ന നിലയിലാണ് അഭ്യസ്തവിദ്യരായവർ പോലും സംവരണത്തെ കാണുന്നത് എന്നതാണ് വിരോധാഭാസം. ഭരണഘടനാപരമായ വിഭാവനം അങ്ങനെ അല്ലേയല്ല. വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ പ്രതിനിധാനം എന്നിവയിലെല്ലാം ചരിത്രപരമായ തിരിച്ചടി നേരിട്ട മനുഷ്യർക്ക് സാമൂഹ്യ നീതിയും പ്രതിനിധാനവും നൽകുക എന്നതാണ് സംവരണത്തിന്റെ അടിസ്ഥാന ആശയവും ലക്ഷ്യവും. അതേവേളയിൽ തന്നെ NSS ഇടതുപാളയത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന CPIയുടെ നിയം മാറ്റം എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. തുടർ ചർച്ചകളും ചലനങ്ങളും ഈ തീരുമാനത്തിന് പിന്നാലെയും ഉണ്ടാകും. കാത്തിരുന്ന് കാണാം.